ഇപ്പോ നമ്മുടെ കേരളം നേരത്തെ വ്യവസായങ്ങൾ തുടങ്ങാൻ അത്രയധികം പറ്റിയ നാടല്ല എന്നൊരു പൊതുചിത്രം നിലനിന്ന നാടായിരുന്നു. ഇവിടെ ബഹുമാന്യായ യൂസഫ് അലി ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ പറയുകയുണ്ട്. നിരവധി പ്രപ്പോസലുകളാണ് വന്നിട്ടുള്ളത്. അതില് കേരളത്തിന്റെ ഭാവി വികസനത്തിന് വലിയ തോതിൽ സഹായിക്കുന്ന പ്രപ്പോസലുകൾ വന്നിട്ടുണ്ട്. പറഞ്ഞവര് പറഞ്ഞല്ലോ, ഏതെങ്കിലും തരത്തിൽ അവഗണിക്കാൻ പറ്റുന്നവരല്ല, നല്ല അംഗീകാരമുള്ളവർ, പറഞ്ഞ വാക്ക് പാലിക്കാൻ ശേഷിയുള്ളവർ, അവരാണ് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. അതിൽ ഫിഷറീസുമായി രംഗപ്പെട്ട പദ്ധതിയുണ്ട്. ഇന്നത്തെ കാലത്ത് ഡാറ്റാ സെന്ററിന് വലിയ പ്രസക്തിയാണ്. അതുമായി ബന്ധപ്പെട്ട വാഗ്ദത്തമുണ്ട്. ഞാൻ ആ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളടക്കം വാഗ്ദത്തമായി ലഭിച്ചിരിക്കുകയാണ്. എന്താണ് അതിന് കാരണം? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളിലൂടെയാണ് കേരളത്തെ അവർ കാണുന്നത്. നിങ്ങളിവിടെ പ്രകടിപ്പിക്കുന്ന കാര്യശേഷിയും കാര്യക്ഷമതയും വിശ്വസ്തതയും ചെയ്യുന്ന ജോലിയോടുള്ള അർപ്പണബോധവും എല്ലാം നമ്മുടെ നാടിനെ അവർ ഹൃദയത്തിലേറ്റാൻ ഇടയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നിലപാട് ആ നാടിനോട് സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നു. വരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ബഹുമാനായ യൂസഫ് അലിയെ കൂടി അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം അവർ തമ്മിലുള്ള ബന്ധം വെച്ച്. അപ്പോൾ ഒരു യഥാർത്ഥമായ കാര്യമല്ല എന്നർത്ഥം. എന്നാൽ ഇവിടെ കാണേണ്ട വേറൊരു കാര്യം, കേരളത്തിന് ചിത്രം മാറിയിട്ടുണ്ട്. എങ്ങനെയാ മാറ്റം വന്നത്? ആ മാറ്റം കേരളം നിക്ഷേപത്തിന് പറ്റിയൊരു നാടാണ് എന്ന് നിലവന്നു. നിക്ഷേപ സൗഹൃദമായിരുന്നില്ല ഒരു കാലത്ത് നമ്മുടെ നാട്. ഇപ്പോ നിക്ഷേപ സൗഹൃദമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇന്ത്യയിൽ 1-ാം സ്ഥാനം കേരളത്തിനാണ് ലഭിച്ചത്. സ്വപ്നം കാണാൻ കഴിയുമായിരുന്നോ? 2016 ഞങ്ങള് അധികാരത്തിൽ വന്നപ്പോ നമ്മുടെ റാങ്ക് വളരെ പുറകിൽ. ഒരു തരത്തിലും ആലോചിക്കാൻ പറ്റില്ല. ആലോചിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതേ വഴിക്ക് വിടാനല്ലാലോ ഗവൺമെന്റ്. എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? നമുക്ക് ഒരു നാടെന്ന നിലക്ക് നമ്മുടെ നാടിനെ നിക്ഷേപ സൗഹൃദമാക്കാൻ തടസ്സങ്ങൾ എന്താണ്, അത് പരിഹരിക്കാൻ എന്തു ചെയ്യണം, അതിലേക്ക് കടക്കണം എന്നാ സർക്കാർ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടവരെയെല്ലാം വിളിച്ചുകൂട്ടി. വിവിധ തലങ്ങളിൽ വ്യവസായികളുണ്ട്, ഉന്നതരായവരടക്കമുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, പ്രത്യേകമായി വിളിക്കേണ്ട സംഘടനാ ചുമതലയുള്ളവരുണ്ട്. എല്ലാവരെയും വിളിച്ചു, ഓരോരുത്തരെയും വിളിച്ച് ചർച്ച ചെയ്യും. അപ്പോ നിയമങ്ങൾ മാറണമായിരുന്നു, ചട്ടങ്ങൾ മാറ്റേണ്ടതുണ്ടായിരുന്നു. നിയമങ്ങളും ചട്ടങ്ങളും മാറ്റി. നമ്മുടെ നാടിന്റെ ഒരു മാനസിക ഘടനയിലും മാറ്റം വരണമായിരുന്നു. അതിനുള്ള ഇടപെടലും നടന്നു. പൊതുവെ നിക്ഷേപത്തെ സ്വാഗതം ചെയ്യുന്ന നിലയിലേക്ക് എത്തി. മാത്രമല്ല, പല തലങ്ങളിൽ അനാവശ്യമായ തടസ്സങ്ങൾ ഉണ്ടാകുമായിരുന്നു. ആ തടസ്സങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി കൃത്യമായ
പിൻബലത്തോടെ അപേക്ഷ നൽകിയാൽ നിശ്ചിത സമയത്തിനുള്ളിൽ അനുമതി നൽകിയിരിക്കണം. അനുമതി നൽകിയില്ലെങ്കിൽ അനുമതി ലഭിച്ചതായി കണക്കാക്കി അവർക്ക് പദ്ധതി തുടങ്ങാം എന്ന് നിയമപ്രകാരം വ്യവസ്ഥ ചെയ്തു. അപ്പോഴേക്ക് 2021 2021 തുടർഭരണം സമ്മാനിച്ചപ്പോ അതേ വഴിക്ക് കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. കൂടുതൽ നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെയാണ് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന പദവി ലഭിച്ചത്. കൊച്ചിയിലെ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തി. 2 ലക്ഷം കോടി രൂപയോളമാണ് നിക്ഷേപ വാഗ്ദാനം ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ സംരംഭങ്ങള്, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ഒരു പദ്ധതി 1 ലക്ഷം സംരംഭങ്ങളാണ് തുടക്കം കുറിച്ചത്. അതിനാണ് ലക്ഷ്യമിട്ടത്. 3.5 ലക്ഷം പൂർത്തിയായി കഴിഞ്ഞു. ഇതെല്ലാമാണ് മാറ്റങ്ങൾ. എങ്ങനെയാണ് ആ മാറ്റം വന്നത്? ഒരു സംശയവും വേണ്ട, അത് തുടർഭരണത്തിന്റെ പ്രത്യേകതയാണ്. തുടർഭരണത്തിന്റെ ഭാഗമായാണ് ഈ പറയുന്ന മാറ്റമുണ്ടാക്കാൻ കഴിയുന്നത്.